നിങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ. ഈ കടമിന്റെ പേരിൽ പെങ്ങൾക്കും വീട്ടുകാർക്കൊക്കെ വേണ്ടി അനാവശ്യം കടം വരുത്തി വെച്ച് സ്വയം മുടിഞ്ഞു പോകുന്നവര്. പക്ഷെ അതിലൊക്കെ ഇരകളാകുന്നത് ആരാന്നറിയോ? ഞങ്ങളെ പോലത്തെ ഭാര്യമാരാ. എന്താ ഇനിയിപ്പോ ഇത് കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ അതും കൂടി ചോദിക്കാൻ നിക്കളേ. കുടുംബത്തിലൊരു കല്യാണം ഉള്ളതാ. ഇട്ടിട്ട് പോകാൻ വേറെ ഒന്നുമില്ല എനിക്ക്. എടോ, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഷോപ്പിലേ ഒന്ന് കച്ചവടം പറ്റേ, നിന്റെ പണയം വെച്ച എല്ലാ സ്വർണവും ഞാൻ എടുത്തുതരും. ഇതിപ്പോ കൊറേ കൊല്ലായില്ലേ ഇങ്ങനെ തന്നെ പറയാൻ തുടങ്ങിയിട്ട്. അല്ല ഏട്ടാ, ഇവിടെ കച്ചവടം കുറവാണെങ്കിലേ പിന്നെ അതിൽ തന്നെ എന്തിനാ നിക്കുന്നത്? വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ? പെട്ടെന്ന് അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലേ. 10-20 കൊല്ലമല്ലേ തുടങ്ങിയിട്ട്. 3-4 പണിക്കാരുണ്ട്. വേറൊന്നും അല്ല, ഇപ്പൊ എല്ലാരും ഈ ഓൺലൈനിൽ നല്ല സാധനം എടുക്കുന്നത്. അതാണ് ഇപ്പൊ കച്ചവടത്തിനെ ബാധിക്കുന്നത്. പിന്നെ അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും ഇത്ര ദൂരത്തെ ഷോപ്പിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കലുണ്ടോ? എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഫോണിൽ തന്നെ ചെയ്താൽ പോരെ, വീട്ടിൽ എത്തിച്ചു തരും. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. അല്ലെങ്കിൽ പിന്നെ അതാ കച്ചവടം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അത് ശരിയാ. ഇപ്പം നമ്മുടെ നാട്ടുകാരനാണ്. മൂപ്പന്റെ ഷോപ്പിൽ നിന്ന് സാധനം മേടിച്ചില്ലെങ്കിൽ കച്ചവടം പൂട്ടി പോകും. 3-4 പണിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ട എന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷെ എന്തെങ്കിലും പ്രളയം ദുരന്തവും ഇപ്പൊ ഓണപരിപാടി അമ്പലപ്പിരിവൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ അടുത്തല്ലേ ഈ സംഭാവനയ്ക്കും പിരിവിനൊക്കെ വരുന്നത്. ആരെങ്കിലും എല്ലാവരും ഓൺലൈനിലല്ലേ മേടിക്കുന്നത്. ഇപ്പൊ അവരാരെങ്കിലും സംഭാവന കൊടുക്കുവോ? 1 രൂപ കുറച്ച് കൊടുക്കും അവര്. ഇത് ആരും ചിന്തിക്കില്ല. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഷോപ്പിലൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് എത്രയാ നോക്ക്. എല്ലാം ഓൺലൈനിലല്ലേ ഓർഡർ ചെയ്യുന്നത്. അതായിട്ടാ പറഞ്ഞത്. ഇത് വിട്ടിട്ടേ വേറെ എന്തെങ്കിലും നോക്ക്. വേറെ എന്താണോ എനിക്കറിയാ. ഇപ്പൊ എന്റെ മാത്രം പ്രശ്നമില്ല കേട്ടോ. എന്നെ പോലത്തെ എത്രയോ കച്ചവടക്കാര് ഇതേ അവസ്ഥയിലാണ്. ഇപ്പോഴാ പൂട്ടി പോകുന്നറിയില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ആയ കാലത്തെ കുറച്ച് സമ്പാദിച്ചൊരു വീടുണ്ടാക്കി. അപ്പൊ അതല്ല കഷ്ടം. ആരോടും കടം ചോദിച്ചാലേ ഇത്രയും വലിയ വീട് വെച്ചിട്ട് നീ എന്താണ് ദാരിദ്ര്യം പറയുന്നത്. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. വെങ്ങളത്തെ ഒരു മരമില്ല് പൂട്ടി കിടക്കുന്നുണ്ട്. അപ്പൊ അത് നടത്താൻ ആള് വേണമെന്ന് നമ്മുടെ ദാമോദരേട്ടൻ പറഞ്ഞേ. മെല്ലെ അതിലേക്ക് തിരിഞ്ഞാലോന്ന് ആലോചിക്കുക. നമ്മൾ ചെയ്യുന്ന കച്ചവടം നഷ്ടത്തിലാണെങ്കിലേ പിന്നെ അതിന് ഈ സെന്റിമെന്റ് പേരിൽ അതെന്നെ പിടിച്ചു നടക്കാൻ നിൽക്കുന്നത്. എത്ര പൈസ ഇതിന്റെ പേരിൽ ചെലവായത്. ഇനിയിപ്പോ എന്തെങ്കിലും പണയം വെക്കാൻ ബാക്കിയുണ്ടോ? ഏട്ടന് എന്ത് കച്ചവടമാണെങ്കിലും ചെയ്തോ. പക്ഷെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആവ്. സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കണോ അതോ ആൾക്കാർ വാങ്ങിക്കാൻ വരുമോ, അതിനുള്ള മാർഗം എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം മതി. എന്നാലേ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നീ പറഞ്ഞത് ശരിയാ. നീ എന്തെങ്കിലും തുടങ്ങുമ്പളേ അതൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യൂ. അല്ലാണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ആൾക്കാർ സാധനം മേടിക്കാൻ പറഞ്ഞിരുന്നാണ്ടല്ലോ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരാളെയൊക്കെ നോക്കണം. എന്നാ ശരിട്ടാ, ഞാൻ പോയിട്ട്. ശരി. എന്തിനാണ് അച്ഛാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കൊല കൊണ്ടുവരുന്നേ? ഇവിടെ ആര് കഴിക്കാനാ? ഇതൊക്കെ ജൈവല്ലേ, ഇതൊക്കെ അല്ല കഴിക്കണ്ടേ. അതല്ല അച്ഛാ, ഈ ബസ് അറിയണ്ട് ഇത്രയും ദൂരം ഈ കൊലയും കൊണ്ട് വരണ്ടേ? എന്നാ പിന്നെ എന്നെ വിളിച്ചുകൂടെ? ഞാൻ വണ്ടി എടുത്ത് വരില്ലേ? അതൊട്ട് വിളിക്കൂല താനും. കുറെ കൊലയിൽ കൃഷിപ്പണിയാണ്. ഇതൊക്കെ തൂക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞെന്നുള്ള അച്ഛാ. ഇങ്ങോട്ട് വരുമ്പോ എന്തായാലും അമ്മനെയും കൂട്ടിക്കൂടെ? ഇതിപ്പോ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കണ്ട അവിടെ. അമ്മയ്ക്ക് 2 ദിവസമായിട്ടേ ചെറിയൊരു താഴ്ച. അതാ ഞാൻ കൂട്ടാണ്. അത് പറ്റി കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വന്നപ്പോ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ പെട്ടെന്ന്? പ്രായമായാലോ, അതിന്റെ ആയിരിക്കും. അല്ല, ഷോപ്പിൽ കച്ചവടം ഒക്കെ ഉണ്ട്. കച്ചവടമൊക്കെ ഇപ്പൊ കണക്കാച്ചാ വലിയ മെച്ചൊന്നുമില്ല. പിന്നെന്താ മാസം നീ പൈസ അയക്കുന്നത്? അതെല്ലാം വേണ്ട പറഞ്ഞല്ലേ. പിന്നെ ഞാൻ അയക്കാണ്ട് അവിടെ എന്താക്കാന്ന് ആ കൂടി ആ കൃഷി മാത്രമല്ലേ ഉള്ളൂ. അത് ആണെങ്കിൽ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളത്. ഞങ്ങൾ 2 ഉള്ളൂ. അതിൽ ധാരാളോ. നീ പൈസ അയക്കണൊക്കെ ഉണ്ടാ. അത് സാരല്ല അച്ഛാ, എനിക്കൊരു സമാധാനം വേണ്ടേ. അച്ഛനും അമ്മയോടും ആ തറവാട് വിട്ട് ഇവിടെ താമസിക്കാൻ പറഞ്ഞാൽ അതൊട്ട് കേൾക്കൂല. തറവാട് വിട്ട് അങ്ങനൊന്നും വരാൻ പറ്റില്ല. ആകുന്ന കാലത്ത് മക്കൾക്ക് ശല്യാണ് കഴിയാ. അത്രേ ഉള്ളൂ. അച്ഛൻ എപ്പോഴാ വന്നേ? ഞാൻ പറ്റുള്ളൂ മോളെ. കുഞ്ഞവിടെ? അവൻ ഉറങ്ങി എണിട്ടിട്ടില്ല അച്ഛാ. കുറച്ച് സമയം കഴിയും. അവന് 3 വയസ്സായില്ലേ. അവൻ നേഴ്സിംഗ് ചേർത്തിട്ടേ എനിക്ക് ജോലിക്ക് വെക്കൂടെ? അച്ഛാ 2-3 സ്ഥലത്ത് നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത മാസം അവൻ നഴ്സറി ചേർത്തുന്നുണ്ട്. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. അതാ നല്ലത് മോളെ. ഇത്രയും പഠിച്ചിട്ടേ ഒരു പെൺകുട്ടികളും വീട്ടിലിരിക്കരുത്. അച്ഛൻ അവിടെ തന്നെ നിൽക്കുന്നത്. കേറി ഇരിക്കച്ചാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇല്ല മോളെ, കൊല തരാൻ വേണ്ടി വന്നതാ. എനിക്ക് കൃഷി ഓഫീസ് പോകണം. ഈ അച്ഛൻ എപ്പോഴും തിരക്കാണല്ലോ. വന്ന ഒരു 5 മിനിറ്റ് പോലും ഇരിക്കില്ല. ഇതൊരു കാര്യം ചോദിച്ചാ ഞാൻ കൊണ്ട് വിട്ടുതരാം. അതൊന്നും വേണ്ട മോനെ, ഞാൻ നടന്നു വെക്കാലോ. എന്നാ ശരിയേ. ശരി അച്ഛാ. ആ സന്ധ്യ പറ. ഏട്ടാ എന്താ ഇവിടെ?
എന്താ കാരണോ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നാ പറഞ്ഞത്. എന്തായാലും പോയാൽ അവിടെ 2 ആഴ്ച നിൽക്കേണ്ടി വരും. അയ്യോ, എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് പോവാൻ നിക്ക? ഇല്ലടാ, അമ്മ ഇപ്പോൾ ട്രിപ്പ് ഇട്ട് കിടക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം കഴിയും. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയാൽ ബെഡൊന്നും കിട്ടും തോന്നില്ല. അപ്പൊ മിക്കവാറും ടൗണിൽ ഏതെങ്കിലും പ്രൈവറ്റിൽ കാണിക്കാൻ വരുന്നതാ തോന്നുന്നത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ? എടാ, കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നു വേണ്ടോ? പിന്നെ രാകേഷ് ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ടോ? അവൻ്റെ അടുത്ത് നീ ഒരു വള കൊടുത്തേക്കണടി. അത് പണയം വെച്ചില്ലെങ്കിലേ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ താൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ വേഗം എടുത്തു തരുന്നുണ്ടേ. അതൊന്നും സാരമില്ല ഏട്ടാ, അതോർത്തിപ്പോ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഹോസ്പിറ്റൽ കാര്യങ്ങൾ ആദ്യം നടക്കട്ടെ. ചേച്ചിയേ, സന്ധ്യ ചേച്ചിയേ. ആ, നീയാ? താക്കോല് വേണല്ലേടാ, നിനക്ക് ഇപ്പൊ എടുത്തരാട്ടോ. ആ പിന്നെ ചേച്ചി, സതീഷ് ചേട്ടന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ വൈകിട്ട് ഡിസ്ചാർജ് ആയടാ. പിന്നെ ഏട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ശരി, ഏട്ടന് ഇവിടെ എത്തിയാ? ഞാൻ വിചാരിച്ചു മൂപ്പര് ഹോസ്പിറ്റലാണെന്ന്, അതാ വിളിക്കാത്തത്. ആ അനീഷേ, നീ വന്നോ? ആ എന്റെ സതീഷ് ചേട്ടോ, നിങ്ങൾ 2 ആഴ്ച ഹോസ്പിറ്റലിൽ നിന്നപ്പോഴേക്കും ആളാകെ മാറിയല്ലോ. ഫുൾ ഓട്ടോ ആയിരിക്കില്ലേ? എന്ത് ചെയ്യാനടാ, ഹോസ്പിറ്റൽ കേസ് അങ്ങനെ തന്നെ. അല്ല ഇപ്പൊ കച്ചവടം എങ്ങനെ ഉണ്ടടാ? ഇപ്പൊ കുഴപ്പമില്ല ചേട്ടാ, കുറച്ച് കച്ചവടം ഉണ്ട്. അല്ലേ, നമുക്ക് കുറച്ചുകൂടി സാധനം ഇറക്കണം കേട്ടോ. അയ്യോ നടക്കില്ല അനീഷേ, ഹോസ്പിറ്റലിൽ വലിയൊരു പൈസ പൊട്ടിയാടാ. ഇനിയിപ്പോ ആഴ്ചക്ക് ചെക്കപ്പ് ഉണ്ടെന്ന് പറയുന്നത്. നീ തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. അല്ല അതിന് ഹോസ്പിറ്റലിലൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും ബില്ലടിക്കുവോ? അതെന്താടാ, പിന്നെ ഒരു വെറുതെ ചികിത്സിക്കുവോ? അതല്ല മുതലാളി, തൊഴിലാളിയായി ഞാൻ പോലും വീട്ടുകാർക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അനീഷേ, കൊറേ കാലം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ആര് കേക്കാൻ? ഇപ്പൊ പൈസ പൊട്ടിയപ്പോ മനസ്സിലായില്ലേ? ആ എല്ലാം അറിയുന്നത് നീ തന്നെ ഇങ്ങനെ പറഞ്ഞോട്ടോ. ഏട്ടാ ഇവിടെ ഒരു ദിവസം എങ്ങനെ തള്ളി നിൽക്കുന്നത് അത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതിനിടയിൽ കൂടെ ഇൻഷുറൻസ് എടുക്കുക പറഞ്ഞാൽ അന്ന് കഴിയില്ല മോനെ. എൻ്റെ മുതലാളി മാസം 400-500 രൂപ മുതൽക്കുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. അതുപോലും മാറ്റിവെക്കാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടായില്ലേ? 1 കോടി വരെയൊക്കെ കവറേജ് കിട്ടേ. അത്രേ ഉള്ളോ? ചേടാ, നീ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു വലിയ പൈസയാണ്. എന്നാലും അത് അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. അതിന് വലിയ പണിയൊന്നുമില്ലേ. നമ്മുടെ കമന്റ് ബോക്സിനും ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാലും മതി. അതിൽ പോയാലേ ഇതിലെ 10-51 പരം കമ്പനികളുടെ പ്ലാനുകൾ കാണാം. അതിൽ മുതലാളിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. 25% വരെ ഡിസ്കൗണ്ട് കിട്ടേ. എൻ്റെ അനീഷ, നിനക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞോടാ. ഇപ്പൊ തന്നെ എത്ര പൈസ പൊട്ടി പറഞ്ഞിട്ടാ. എന്തായാലും ഇന്ന് തന്നെ എടുക്കണം. നീ ഒരു കാര്യം ചെയ്യും വിട്ടോ, ഞാൻ വേഗം കുടിച്ചിട്ട് വരാം. ആ അതാ നല്ലത്. എന്നാ ശരി ചേച്ചിയെ. എന്നാ ശരി വിട്ടോ. നീ പറഞ്ഞപ്പോ തന്നെ എടുത്താൽ മതിയായിരുന്നു അല്ലേ? എന്നാ പിന്നെ ഇത്ര കടക്കാരനായില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ലല്ലോ. ആ രേവതി, എന്താടോ പറയാണ്ട് വന്നത്? ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തേലും കാര്യമുണ്ടോ? ആ ചേച്ചി, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. ഇതെന്റെ ഏട്ടൻ്റെ വീടല്ലേ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമല്ലോ മോളെ. നീ വരുന്ന അറിഞ്ഞതാണെങ്കിലേ ഏട്ടൻ കുറച്ചുകൂടി നിൽക്കുകയായിരുന്നു. ഇത്രയും ദിവസം കടയിൽ വലിയ കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തോ അത്യാവശ്യം ഇട്ടതാ ഇറങ്ങിയുള്ളൂ. അത് സാരമില്ല, എന്ത് തിരക്കാണെങ്കിലും ഏട്ടൻ ഇവിടെ എത്തിക്കോളും. ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നീ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. കഴിക്കാനൊന്നും വേണ്ട ചേച്ചി, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്. എനിക്ക് ഏട്ടടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും. അല്ല, അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്താ നീ അങ്ങോട്ട് തീരെ വരാതിരുന്ന്? ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതെന്താ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊരാക്കി ചോദ്യം. ഞാൻ പിന്നെ എവിടെ പോവാനാ? എനിക്ക് നിങ്ങളെപ്പോലെ 3-3.5 വയസ്സുള്ള കുഞ്ഞൊന്നും അല്ല, 1 വയസ്സാവുന്നേ ഉള്ളൂ. അതിനെ വിട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഭർത്താവിനോ അവന്റെ വീട്ടുകാർക്കോ വന്നുകൂടായിരുന്നോ? ആരും അങ്ങോട്ട് കണ്ടേ ഇല്ല, അതുകൊണ്ടാ ചോദിച്ചു. എന്റെ ഭർത്താവിന് നിന്ന് തിരിയാൻ പറ്റാത്ത ജോലി തിരക്കാ. പിന്നെ ആ പ്രായമായ അച്ഛനും അമ്മയാണോ ഹോസ്പിറ്റലിൽ പോയി നോക്കേണ്ടത്? ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും കൂടി അമ്മനെ തറവാട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഏട്ടനിപ്പോ തീരെ കച്ചവടം ഇല്ല. അതിനിടയ്ക്കാ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. എത്ര പൈസ ചെലവായിന്നറിയോ? എൻ്റെ ഒരു വള പണയം വെച്ചു, കൂട്ടുകാരന്മാരുടെ അടുത്തേക്കോ കടം വാങ്ങിച്ചു, എന്നിട്ടൊക്കെയാ ഹോസ്പിറ്റലിൽ ബില്ലടിച്ചത്. ആരെങ്കിലും ഒരാൾ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ ഏട്ടന് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓ, അപ്പൊ ഞാനൊന്നും തന്നില്ല എന്നല്ലേ ചേച്ചി പറഞ്ഞു വന്നത്? ഇത്രയും വലിയ വീടുണ്ടായിട്ട് എന്തിനാ ചേച്ചി ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞ് നടക്കുന്നത്? കച്ചവടം ഇല്ല അത്രേ. വെറുതെ അല്ല ഞാൻ ഈ വഴിക്കൊന്നും വരാത്തത്.
നിന്റെ ആവശ്യങ്ങൾക്കല്ലാണ്ട് എപ്പോഴെങ്കിലും നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാ? ഇപ്പൊ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പൈസന്റെ ആവശ്യത്തിനാണെന്ന്. അതുകൊണ്ട് തന്നെയാ മുൻകൂറായിട്ട് പറഞ്ഞത് ഏട്ടൻ ടൈറ്റിലാണെന്ന്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങൾ 10-20 കൊല്ലം ഒരുമിച്ച് താമസിച്ചവരാ. അതുകൊണ്ട് എന്റെ ഏട്ടനെ കുറിച്ച് ചേച്ചി അധികം പറഞ്ഞേണ്ട ആവശ്യമില്ല. 20 വർഷം കൂടെ ഇരുന്നു കൊണ്ട് കാര്യമില്ല. അതുവരെ എങ്ങനെ കഴിഞ്ഞു, നിന്റെ കല്യാണം എങ്ങനെ നടത്തി, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്ന് നീ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പക്ഷെ അതുപോലെ എനിക്ക് പറ്റില്ല മോളെ. സ്വന്തം ഭർത്താവ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നേ ഏത് ഭാര്യയും സഹിക്കില്ല. ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് നീ എത്ര തവണ പൈസക്കായിട്ട് ഇങ്ങോട്ട് വന്നോ? ഭർത്താവിന്റെ ബിസിനസ് നോക്കണം, എനിക്ക് സ്ഥലം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസയൊക്കെ ഏട്ടൻ എങ്ങനെ നിനക്ക് എടുത്ത് തന്നെന്നറിയോ? അല്ല, എന്റെ എത്ര പവൻ സ്വർണ്ണം പണയം വെച്ചിട്ട് നിനക്ക് അത് തന്നെന്നറിയോ? മോളെ സോറി കേട്ടോ, എന്റെ വണ്ടി അനീഷേ സാധനം എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ഞാനിപ്പോ വയലിലൂടെ ഓടി വന്നതാ. അല്ല നീ വന്നിട്ട് എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അതേര് എന്റെ ഏട്ടാ, ഈ ജന്മത്തെ ഞാൻ ഇനി വഴിക്ക് വരില്ല കേട്ടോ. വന്നെത്തിയെന്ന് തുടങ്ങി അവള് എന്റെ ഏട്ടൻ മുടിപ്പിക്കാൻ വേണ്ടി വരികയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സന്ധ്യേ, നീ എന്താ അവളോട് പറഞ്ഞത്? എടി ആ കുട്ടി ഇത്രയും ദൂരത്ത് നമ്മളെ കാണാൻ വേണ്ടി വന്നല്ലേ? അല്ല നീ എന്തിനിപ്പോ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടുന്ന കാണാൻ എനിക്ക് പറ്റാത്തോണ്ട് പറഞ്ഞു പോയതാ. നീ നിർത്തുന്നുണ്ടോ? എന്താ മോളെ, എന്താ ഏട്ടൻ അത്യാവശ്യമായിട്ട് കാണാൻ പറഞ്ഞത്? വേണ്ട ഏട്ടാ, ഒന്നുമില്ല, ഞാൻ തിരിച്ചു പോവാ. ഓ എന്റെ മോളെ നീ അത് വിട്, അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നീ ഏട്ടനോട് കാര്യം പറ. അതേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീടിന്റെ വാർപ്പാകാറായിന്ന്. മനുവേട്ടനാണെങ്കിൽ ഇപ്പൊ ബിസിനസ് ഒക്കെ തീരെ ഡള്ളാണേ. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ ആവില്ല. ഒരു സിമെന്റിനും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടേ ഒരു 30,000 രൂപ ഏട്ടന് മറിക്കാനുണ്ടാവോ? ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം. 30,000? അല്ല എപ്പോഴാ വേണ്ടത് പറഞ്ഞത്? പണിക്കാര് ഞായറാഴ്ച ആവുന്നാ പറഞ്ഞത്. പക്ഷെ ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും പൈസ കിട്ടിയാലേ ഒരു സമാധാനം ആവും. ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും ഏട്ടൻ പൈസ കൊണ്ട് അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചല്ല കേട്ടോ. ഇപ്പഴാണെങ്കിൽ അച്ഛനും അമ്മൻ്റെ അടുത്തും പൈസ ചോദിക്കാൻ പറ്റുമോ? പിന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ എല്ലാം കണക്കാ. അതപ്പോ അത് സാറില്ല മോളെ, എനിക്കറിയില്ലേ. എന്നാലും നീ വാ, വന്ന് വല്ലതും കഴിക്കി. അയ്യോ വേണ്ട ഏട്ടാ, ഞാൻ പോവാ. അവിടെ പണിക്കാരുണ്ടേ, കണ്ണ് തെറ്റിയ പണിയും ചെയ്യേണ്ട മിണ്ടാതിരിക്കും. കൊള്ളന്മാരാ. മാനുവേട്ടനും ഇല്ലാത്തല്ലേ, ഞാൻ അങ്ങോട്ട് പോട്ടെ. അത് നിനക്ക് ഞാൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാനേ ആരത്തെങ്കിലും വണ്ടി ഇട്ട് നോക്കട്ടെ, ഇപ്പൊ വരാം. അയ്യോ വേണ്ട വേണ്ട ഏട്ടാ, ഇനിയിപ്പൊ എന്നെ കൊണ്ടുവിട്ടിട്ട് വേണം അവളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ. ഞാൻ പോവാ. എന്റെ ഏട്ടാ, നിങ്ങൾ എന്തിന് പറ്റാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കുന്നത്? ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞാ പോരെ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ചെലവ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇനി എന്റെ അടുത്ത് പണം വെക്കാൻ ഒന്നും ബാക്കിയില്ല കേട്ടോ. എടി അവളൊരു കാര്യം പറയുമ്പോ ഇല്ല പറയാൻ പറ്റുമോ? എന്റെ പെങ്ങളല്ലേ. തൽക്കാലം ഏതെങ്കിലും ഷോപ്പുകാരോട് മറിച്ചു കൊടുക്കാം അവൾക്ക്. എവിടെ നിന്നൊക്കെ മറിച്ചു കൊടുത്താലും അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ലേ. എന്തിനായിട്ട് അങ്ങനെ കടത്തമേൽ കടമാക്കുന്നത്? എല്ലാവരും കൂടെ നിങ്ങൾ ചൂഷണം ചെയ്യുക. അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. എന്ത് ചൂഷണം എന്നാണ് നീ പറയുന്നത്? പെങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. പെങ്ങളാണ് വേണ്ട ഒന്നും ചെയ്യാതിരുന്നില്ലല്ലോ. അവളുടെ കല്യാണം അന്തസ്സായിട്ട് നിങ്ങൾ കഴിച്ചു കൊടുത്തില്ലേ? അവന് നല്ല ബിസിനസ് ഉണ്ട് ഏട്ടാ, നിങ്ങളെക്കാളും നല്ല വരുമാനം ഉണ്ട്. അവളും ജോലിക്ക് പോകുന്നില്ലേ? എന്നിട്ടിപ്പോ എന്തിനാ ഇവിടെ നമ്മളോട് കടം വാങ്ങിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. തിരിച്ചു തരാത്രേ. ഇത്രയും കാലത്തിനിടയ്ക്ക് 4-5 ലക്ഷം വാങ്ങിച്ചിട്ട് പോയിട്ടില്ലേ? എന്നിട്ട് 1 രൂപ അവൾ തിരിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ കുറച്ച് പൈസ അവളോട് ചോദിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും നിങ്ങളുടെ പെങ്ങൾ സ്നേഹം എന്താന്നുള്ളത്. നീ ഒന്നും മിണ്ടാതിരുന്ന സന്ധ്യേ. ഇടി നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ സഹായിക്കാൻ അവളെ ഉണ്ടാവുള്ളൂ. അതെനിക്കറിയാം, അതെന്റെ പെങ്ങളാണ്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. ഒരു അനുഭവം വരുമ്പോഴേ പഠിക്കൂ. ഏട്ടാ, ബാങ്കിൽ നിന്ന് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വെച്ച സ്വർണത്തിന്റെ കാലാവധി കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുന്നവര് പറഞ്ഞത്. അയ്യോ, അത് വെച്ചിട്ട് ഇപ്പൊ 1 വർഷം ആകാറായാ? ഇതെന്തായിട്ടാ ഒരു ഓർമ്മയില്ലാത്തത്? 2 മാസം കൊണ്ട് എടുത്തേരാമട്ടല്ലേ എന്റെ ചെയിന് കൊണ്ടുപോയത്. ഈ ഇടയ്ക്ക് കുഞ്ഞിന്റെയും സ്വർണം വെച്ചു. പിന്നെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിട്ട് എന്റെയും വള കൊണ്ടുപോയില്ലേ? ഇതൊക്കെ എപ്പോഴാ നിങ്ങൾ തിരിച്ചെടുത്ത് തരിക? അല്ല, അളിയന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ 3 ലക്ഷം രൂപയ്ക്ക് എന്റെ ചെയിൻ അന്ന് വെച്ചത്. ഇപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചിട്ടേ നിങ്ങളത് എടുത്തുതരാൻ നോക്ക്. എടി അവൻ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടൊന്നും പച്ച പിടിച്ച് വരുന്നല്ലേ ഉള്ളൂ. അതിനിടയിൽ ഞാനിപ്പോ എങ്ങനെ ചോദിക്കുക?
10-15 മാസമല്ലേ ഏട്ടാ തുടങ്ങിയിട്ട്. ഇത്രയും കാലം അതിന്റെ പലിശയൊക്കെ നിങ്ങൾ തന്നെയല്ലേ അടച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും അവരോട് ചോദിക്കാൻ നോക്ക്. എടി പെങ്ങൾക്ക് കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുക പറഞ്ഞ ഇപ്പൊ 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ആരും തരാനൊന്നുമില്ലല്ലോ, എല്ലായിടത്തും വാങ്ങിച്ചതല്ലേ. തൽക്കാലം നിങ്ങൾ പെങ്ങളുടെ അടുത്ത് തന്നെ ആ പൈസ വാങ്ങിച്ചിട്ടേ ആ സ്വർണം എടുക്കാൻ നോക്ക്. എന്നിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ട് ആ പൈസ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ ആ സ്വർണം മുഴുവൻ പോവുകയെ. ആ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാണ്ട് കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കാൻ പറ്റില്ലേ. നിങ്ങൾ എന്തോ ചെയ്യ്, പക്ഷെ എന്റെ സ്വർണം നഷ്ടപ്പെടരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. മേലത്തെ പണി തുടങ്ങാൻ പോയിട്ടാ, അപ്പൊ അതിന്റെ ഓരോ തിരക്കിലായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ടൊന്നും വരാത്തത്. അത് സാരല്ല വേണം, അതൊക്കെ ഏട്ടനറിയാലോ. പിന്നെ ഏട്ടൻ ഇപ്പൊ വന്നതേ അന്ന് എൻ്റെ ബിസിനസ് എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ടേ അവളെ സ്വർണം പണയം വെച്ചിട്ട് ഒരു 3 ലക്ഷം തന്നേ. അതിപ്പോൾ ടൈമായി പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊരു പെട്ടെന്ന് മറിക്കാൻ എവിടെ നിന്നൊരു പൈസ ഇല്ല. മോളടുത്തൊരു തൽക്കാലം ഒരു 3 ലക്ഷം ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ബാങ്കിൽ പോയി സ്വർണം എടുത്ത് വീണ്ടും പണയം വെച്ചിട്ട് നാളെ തന്നെ കൊണ്ടുവരാം. എന്റെ ഏട്ടാ, ഏട്ടൻ്റെ അടുത്ത് പൈസ വാങ്ങിട്ടല്ലേ ഞാൻ കോൺക്രീറ്റ് ചെയ്തത്. ഇനിയിപ്പോ പെട്ടെന്ന് 3 ലക്ഷം വേണം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എടുത്തു തരാനാ? പിന്നെ ആ ബിസിനസ് തുടങ്ങിയെന്നേ ഉള്ളൂ, വലിയ മെച്ചൊന്നും ആയിട്ടില്ല അതില്. അതെ അല്ലടോ, തൽക്കാലം നിന്റെ കയ്യിലുള്ള സ്വർണം തന്നാലും മതി, ഞാൻ ഒരു ദിവസത്തെ കാര്യമുള്ളൂ. എന്റെ ഏട്ടാ, നിനക്ക് ഇവിടുത്തെ കാര്യം അറിയില്ലേ? സ്വർണം മുഴുവൻ ബാങ്ക് ലോക്കറില്ല. ഇനിയിപ്പോ അത് എടുക്കണമെങ്കിൽ അമ്മായിമ്മന്റെ അമ്മായിച്ചിന്റെ വേണ്ടി 100 പെർമിഷൻ വെക്കാൻ പോണം. അതിനേക്കാളും നല്ലതേ ഞാൻ ആ തറവാട്ടിൽ വന്നിരിക്കുന്നതായിരിക്കും. എന്നാ കുഴപ്പമില്ല, ഞാനേ വേറെ ഇടന്ന് ഒപ്പിക്കാം. എന്നാ ശരി മോളെ, അവരോട് പറഞ്ഞായിട്ടാ. ആ എന്നാ ശരി. അവള് പറഞ്ഞയച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വർണം പൊന്നുപോലെ സൂക്ഷിക്കുക, ഇതിനടുത്ത് കൊടുക്കല്ലേ. ഇവരൊക്കെ എന്താങ്ങളെയാ പെങ്ങളുടെ അടുത്ത് കടം വാങ്ങിക്കാൻ വരുന്നത്? ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചില്ലേ? നിങ്ങൾ പെങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കാൻ പോയതോ അമ്മേനെ വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? നീ കാരണമാണ് ഇപ്പൊ അവൻ അങ്ങനെ ചോദിക്കാൻ പോയത്. നിങ്ങൾ രണ്ടും കൂടി അവളുടെ ജീവിതം തോൽക്കുകയാണ്, അവനൊക്കെ ഒരു ആങ്ങളെയാണോന്ന്. അല്ല, ഈ 3 ലക്ഷം എങ്ങനെ കടവായി, അത് എന്തിനാന്നൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ലല്ലോ. അതിപ്പോ തിരിച്ചു ചോദിക്കാൻ പോയാ വലിയ പ്രശ്നല്ലേ? നിങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ, ഈ കടമിന്റെ പേരിൽ പെങ്ങൾക്കും വീട്ടുകാർക്കൊക്കെ വേണ്ടി അനാവശ്യം കടം വരുത്തി വെച്ച് സ്വയം മുടിഞ്ഞു പോകുന്നവര്. പക്ഷെ അതിനൊക്കെ ഇരകളാകുന്നത് ആരാന്നറിയോ? ഞങ്ങളെ പോലത്തെ ഭാര്യമാരാ. എന്റെ വീട്ടുകാർ അത്രയും കഷ്ടപ്പെട്ടാ ഈ സ്വർണവും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നത്. അതൊന്നും ഒരു തരിയെങ്കിലും എനിക്കും എന്റെ വീട്ടുകാർക്കും വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടോ? എല്ലാം കടമിന്റെ പേരിൽ നിങ്ങൾ വീട്ടുകാർക്കും പെങ്ങൾക്കും വേണ്ടിയിട്ടില്ലേ അത് തൊലച്ചത് മുഴുവനും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ മിണ്ടാതിരിക്കേ, ഈ കാര്യത്തിലൊന്നും ഇടപെടാണ്ട്. നിങ്ങൾ എന്നെ എന്തൊക്കെയാ പറയാറുള്ളത്? ഇതേത് അവരോട് പോയി ചോദിച്ചാലോ? സ്വർണം ബാങ്കിലാണ്, ലോക്കറിലാണ്, ഇപ്പൊ എടുക്കാൻ പറ്റില്ല, സേഫ്റ്റിയാണ്, അതാണ് ഇതാണ്, ബിസിനസ് പൊട്ടി നിൽക്കാൻ വേണ്ടി 1000 കാര്യങ്ങൾ പറയില്ലേ? ഏട്ടാ, അവരെ പോലെ തന്നെയല്ലേ നമ്മളും. നമുക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? കല്യാണത്തിന് മുമ്പ് ജോലിക്ക് പോയിട്ട് വീട്ടുകാർക്ക് പോലും കൊടുക്കാണ്ട് 4 ലക്ഷത്തിന്റെ ഒരു കുറി ഞാൻ വെച്ച് FD ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ തൽക്കാലം എടുത്തുതരാം. നിങ്ങൾ അത് കൊടുത്തിട്ടേ എന്റെ സ്വർണ്ണം ഒന്നും എടുത്തതാ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലേ കൂടുന്നൊക്കെ ആരും ഉണ്ടാവില്ല ഏട്ടാ, സ്വന്തം ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇനിയെങ്കിലും നിങ്ങളെ പോലത്തെ ഭർത്താക്കന്മാർ മനസ്സിലാക്ക്. ഏട്ടാ, വീടിന്റെ ഫ്ലോർ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പ്രീമിയം ടൈൽ തന്നെ വേണമെന്ന് മനുവേട്ടൻ ഒരേ നിർബന്ധം. പക്ഷെ ഒരു 50,000 ഷോർട്ട് ഉണ്ട്. ഏട്ടനത് എവിടെന്നെങ്കിലും മറിക്കുകയാണെങ്കിൽ ഞാൻ കിട്ടുമ്പോ പെട്ടെന്ന് തന്നെ തരാ. അയാൾ എനിക്ക് അറിയാൻ മേലെ ചോദിക്കുകയാണേ, നിന്റെ മനുവായിട്ട് ഇവിടെ വല്ലത് എടുത്തു വെക്കാന്നുണ്ടാ? അവൾ ഇടയ്ക്ക് വന്ന് ഇവിടെ പൈസ വയ്ക്കാൻ വരുന്നത്? എടി, നിങ്ങൾക്ക് രണ്ടിനും ഒരു കുഴപ്പമില്ലല്ലോ. നീ ജോലിക്ക് വന്നില്ലേ, നിന്റെ മനുവിനും ബിസിനസ് ഇല്ലേ, രണ്ടും കൂടി നന്നായി ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഞങ്ങളെ പിഴിയാൻ വേണ്ടി വരുന്നത്? നിനക്ക് തന്ന കടം തീർക്കാൻ വേണ്ടിയേ എന്റെ ഭാര്യന്റെ സ്വർണം മുഴുവൻ വെച്ചടി. അവരുടെ മഞ്ഞ് പ്രീമിയം ടൈലുമാണത്രേ. എടാ ഏട്ടാ, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? പെങ്ങൾക്ക് തരുന്നതേ അത് ആങ്ങളമാരുടെ കടമ തന്നെയാണ്. കടമയോ? അല്ലെ, ഇപ്പൊ ആങ്ങളമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലേ സഹായിക്കേണ്ടത് പെങ്ങളുടെ കടമയല്ല? അന്ന് ഞാൻ കുറച്ച് പൈസ കടം ചോദിക്കാൻ വന്നപ്പോ നീ എന്താ പറഞ്ഞത്?
അത് നീ കാരണം ഉണ്ടായ കടം. എടി ആ പാവം തിന്നാണ്ടും കുടിക്കാണ്ടും ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ആ കടം തീർത്തത്. എന്നിട്ട് അവൾ ഉടുപ്പിലാണ് വീണ്ടും പൈസ ചോദിക്കാൻ വന്നിരിക്കുന്നത്. ഏട്ടാ, നീ അവൾ ഓരോന്ന് പറയുന്ന കേട്ടിട്ടേ എന്നെ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിക്കല്ലേ. ഞാൻ നിന്റെ കൂടെപ്പിറപ്പാ. കൂടപ്പിറപ്പ് ആ ബോധം തിരിച്ചും വേണ്ടി. ഈ കടമേന്റെ പേരിലേ പെങ്ങന്മാർക്കും വീട്ടുകാർക്കും വേണ്ടി കടക്കണി പെട്ട് കിടക്കുന്ന എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. എടി എനിക്കും ഒരു കുടുംബമുണ്ട്, ഞങ്ങൾക്കും ജീവിക്കണം. ഇനി മേലെ ഞങ്ങളെ പിഴയാൻ വേണ്ടി ഈ പരിസരത്ത് എങ്ങാനും വന്നാ നിന്റെ മുട്ടുകളി ഞാൻ തല്ലിയടിക്കും. അത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ. സാരല്ലടോ, അല്ലെങ്കിൽ അവൾ ഇനിയും നമ്മളെ പിഴിയാൻ വേണ്ടി ഇങ്ങോട്ട് വരും. ഇതുപോലുള്ളവർക്ക് ഇത് തന്നെയാ മരുന്ന്. സത്യം പറഞ്ഞാൽ ഈ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇപ്പോഴും അധികം ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴായിരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക.